മറ്റൊരു സ്കൂളിൽ നടന്ന ഇത്തരത്തിലുള്ള ഒരു ക്രൂര പ്രവൃത്തിയുടെ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. സഹപാഠികളുടെ നായ്ക്കുരണപ്പൊടി പ്രയോഗത്തിൽ ദുരിതത്തിലായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഈ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഈ കുട്ടി ഇത്തരത്തിൽ നായ്ക്കുരണപ്പൊടി പ്രയോഗത്തിന് ഇരയാവുകയും അതിനെ തുടർന്ന് ദേഹമാസകലം ആ ഒരു പൊടിയുടെ പ്രവർത്തനം ഉണ്ടായി വലിയ രീതിയിൽ ഒരു ദുരിതം അനുഭവിച്ച് വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു ആ കുട്ടി. എന്നിട്ട് പോലും ആ കുട്ടിക്ക് മതിയായ ഹാജർ ദിവസങ്ങളില്ല എന്ന് കാണിച്ചുകൊണ്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം നിഷേധിക്കുന്ന സമീപനം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അതിനെതിരെ കുട്ടിയുടെ മാതാവും ആ കുട്ടിയും തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിനെല്ലാം ശേഷം ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ എത്ര കുട്ടികൾക്കെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഏതെല്ലാം രീതിയിലാണ് ഈ ഒരു കേസ് പോകുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ, കാക്കനാട് തെങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെയാണ് നായ്ക്കർണപ്പൊടിയുടെ പ്രയോഗം ഉണ്ടായത്. അതായത് സംഭവം നടക്കുന്നത് ഫെബ്രുവരി 3-നാണ്. അതിനുശേഷം 5 ദിവസത്തോളം പെൺകുട്ടി അവിടുത്തെ കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്തായാലും ഇതിനുശേഷം പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ, ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴി രേഖപ്പെടുത്തുന്ന നടപടി മാത്രമാണ് ഉണ്ടായത്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ വന്ന പോലീസുകാർ ഈ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് പെൺകുട്ടി തുറന്ന് പറഞ്ഞിരുന്നതാണ്. പോലീസും അതേപോലെ തന്നെ സ്കൂളിലെ ഏതാനും ചില അധ്യാപകരും ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും തുറന്നടിച്ചിരുന്നു, കേരള വിഷനോട് തുറന്നടിച്ചിരുന്നു. ഇതിനുശേഷം പെൺകുട്ടിയുടെ അമ്മ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അതിനെ തുടർന്നാണ് ഇന്നലെ വീണ്ടും കാക്കനാട് പോലീസ് എത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം സ്കൂളിലെ 6 കുട്ടികൾക്കും അതേപോലെ തന്നെ 2 അധ്യാപകർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അധ്യാപകരുടെ പേരൊക്കെ ഇതുവരെ പോലീസിനോട് നമ്മൾ ചോദിച്ചെങ്കിൽ അവർ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. സ്കൂളിലെത്തി വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കുട്ടിയുടെയും അതേപോലെ വീട്ടിലെ മാതാപിതാക്കളുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. പരീക്ഷ എഴുതുന്നതിന് വേണ്ടി മറ്റൊരാളുടെ സഹായം നൽകാമെന്ന് അധ്യാപകർ അറിയിച്ചെങ്കിലും കുട്ടി അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. താൻ തന്നെ നേരിട്ട് വന്ന് പരീക്ഷ എഴുതിക്കോളാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശരീരമാസകലം പൊള്ളിയ പെൺകുട്ടിക്ക് നടക്കാൻ പോലും സാധിക്കാത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് എല്ലാ ദിവസവും ആശുപത്രിയിൽ ചെന്ന് മരുന്ന് സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മറ്റൊരു കുട്ടിക്കിട്ട് എറിയുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടി കൊണ്ടുവന്ന നായ്ക്കർണ പൊടിയാണ് ഒരാൺകുട്ടി ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ശരീരത്തേക്ക് എറിഞ്ഞത്. അതിനുശേഷം അധ്യാപകരടക്കം ഈ കുട്ടീനെ ശുചിമുറിയിൽ വിവസ്ത്രയാക്കി നിർത്തിയെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 6 കുട്ടികൾക്കും 2 അധ്യാപകർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അതുല്യ. ശരി സാനു.